ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ഒരു സൺഡേ ഡെയിലി വ്ളോഗാണ്. വീട്ടിൽ അമ്മയുള്ള ദിവസമാണ്, അമ്മയ്ക്ക് ലീവ് ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കലാപരിപാടികളും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു വ്ളോഗാണിത്. പക്ഷേ ഈ ഒരു വീഡിയോയിലെ ഇൻട്രോ ഞാൻ വേറൊരു ദിവസമാണ് എടുക്കുന്നത്. കാരണം ആ ഒരു ദിവസം ഞാൻ വെറുതെ ഒന്ന് റാൻഡായിട്ട് വീഡിയോ എടുത്ത് പോയുള്ളൂ. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ സോർട്ട് ചെയ്തപ്പോഴാണോ ഇതിനൊരു ഇൻട്രോ ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ എടുത്ത് വെച്ചു. Satu. ഒരു 10 മണി 10:30 കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിലൊക്കെ പറയാറില്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ആൻറ്റി, ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റിയും ആൻറ്റിയുടെ മോൻ്റെ വൈഫും കൂടിയിട്ട് ഉണ്ണികളെ കാണാൻ വേണ്ടി വന്നിരുന്നു. അങ്ങനെ 3 പേരും മടി വെച്ചിരുന്നിട്ട് ആ ചേച്ചി ഹസ്ബൻഡിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉണ്ണിൽ അതിൻ്റെ ഇടയിൽ അവൻ്റേതായ പരിപാടികളും ഷോയും ഇറക്കിയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെ അവർ കുറേ നേരം ഉണ്ണികളൊക്കെ മടി വെച്ചിരുന്നു. ഉണ്ണികളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുറേ സംസാരിക്കുകയോ ചെയ്തിട്ട് ഒരു ഉച്ച 12 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ ഞാൻ ഉണ്ണികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ വന്നുകൊണ്ട് തന്നെ നല്ല മടി ഉണ്ണികളെ ഞാൻ കുളിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. നവംബർ ഡിസംബർ എന്ന് പറയുന്നത് മഞ്ഞും തണുപ്പും നല്ല രസമാണ്. എനിക്ക് നവംബർ ഡിസംബർ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 2 പേരും കുളിപ്പിച്ചിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് ലീവല്ലേ, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കൊരു ഉച്ചയിലും കുളിപ്പിക്കാമെന്നൊക്കെ കരുതി. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് 2ാമത്തെ ഫീഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആമീനെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അച്ഛന് ഭയങ്കര പരാതിയാണ്. ഞാൻ ആമീനെ എടുത്ത് പാലെടുക്കുമ്പോഴും അങ്ങേരെ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളമാണ്. അവനെങ്ങനെ ഒരാൾ എടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അവ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ കരഞ്ഞ് പൊളിക്കും. അപ്പോൾ ആമീനെടുത്ത് പാലെടുക്കുമ്പോഴും അങ്ങേരെ അവിടെ കിടന്ന് എന്തൊക്കെയോ പരാതിയും പരിഭവമൊക്കെ ഇങ്ങനെ എണ്ണിപ്പറക്കി പറയുന്നുണ്ട്. കഴിഞ്ഞു. ഉറങ്ങണില്ലേ ചക്കരക്കുട്ടൻ? കുറുക്കായിരുന്നു കേട്ടോ കൊടുത്തത്, പാലായിരുന്നില്ല. അങ്ങനെ ആമീനെ കുറുക്ക് കൊടുത്തിട്ട് അവിടെ കെടുത്തിയിട്ടുണ്ട്. പിന്നെ കൊച്ചുവിനും കുറുക്ക് കൊടുത്തിട്ട് അവൻ ഉറക്കാൻ നോക്കുകയാണ്. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്തമാനം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആൾ ഒരു രക്ഷയില്ല. ആൾ ഭയങ്കര ഒരു കൗതുകത്തിലാണ്. ഫുൾ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണവും കാണില്ല. നല്ല കണ്ണൊക്കെ തുറന്ന് വെച്ച് ഇങ്ങനെ വീക്ഷിക്കാതിരിക്കുകയാണ്. എന്നാൽ പിന്നെ കുറച്ച് കളിപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. സർപ്രൈസ് എന്ന് പറയുമ്പോൾ അവർ വരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ എന്നാ ഇങ്ങനെ എപ്പോഴാണെന്ന് വെച്ചപ്പോഴൊന്നും അവരത് പറഞ്ഞിരുന്നില്ല. വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ശരിക്കും ഞാൻ ഉണ്ണികളുടെ കാര്യമായിട്ട് തിരക്കും പിടിച്ച് ഓടുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ഉച്ച സമയത്താണ് അവർ 2 പേരും കൂടി വന്നത്. അവർ വന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ആ ഒരു ടൈമിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറേ പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കഥകളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഡിഗ്രി പാസ്സായത് 2020-ലാണ്. ഇപ്പോൾ 24 ആയി, ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ്. നമ്മളങ്ങനെ ഫോണിൽ കൂടെ ഒരു കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തെ പറഞ്ഞു തീരാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരാൾക്ക് 1 ഇയർ ആയിട്ടുള്ള ഒരു ബേബി ഉണ്ട്. അപ്പോൾ ആളെ വീട്ടിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ വീടൊന്നും അധികം ദൂരത്തൊന്നുമില്ല, അറൗണ്ട് ഒരു 10 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ്. എന്നാലും നമുക്ക് കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും കുടുംബം പ്രാരാബ്ദങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ മീറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒരാൾ പിന്നെ അബ്രോഡാണ്, പിന്നെ ഒരാൾക്ക് ജോലി കാര്യങ്ങൾ. പിന്നെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മീറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഈ 4 ഇയേഴ്സിനുള്ളിൽ തീരെ വന്നിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒരാളിപ്പോൾ ജനുവരിയിൽ തിരിച്ചു പോകും. അപ്പോൾ അതിനു മുൻപ് ഒരു മീറ്റപ്പെങ്കിലും ചെയ്യാമെന്നൊക്കെ ഉറപ്പ് തന്നിട്ടാണ് അവർ തിരിച്ചു പോയത്. അവർ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ഇവരുടെ കൂടെ മാത്രമാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ് അവരുടെ ആ ഒരു മൊമെൻറ്റ്സിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. പക്ഷേ അധികം വൈകാണ്ട് കാണാൻ പറ്റുമല്ലോ, ഒരു ഓൾ ഡേ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്, ഉണ്ണിനെ ഒന്നും കൊണ്ടുപോകാണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്.
അന്നത്തെ ദിവസം എല്ലാം കൊണ്ട് ഫുൾ ഓർഡർ തെറ്റിയ ഒരു ദിവസമാണ്. കാരണം നമ്മൾ വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒതുക്കാനുണ്ട് ഉണ്ണികളുടെ തന്നെ ഇതൊക്കെ. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ 3 മണി 3:30 ആയി. അപ്പോൾ അമ്മ ആ സമയത്തേക്ക് ഇനി അമ്മേരെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. സാധാരണ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്ക് എല്ലാം സെറ്റാക്കാറുണ്ട്. പക്ഷേ ഇത് ഉണ്ണികളെ കുളിപ്പിക്കലും എൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല നേരം വൈകി. പിന്നെ കൂടുതൽ നമ്മളിങ്ങനെ വർത്തമാനം പറയാനിരുന്നു. എല്ലാവരും വന്നിരുന്നു, അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ണികളെ കാണാനൊക്കെ വന്നിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയിരുന്നത് നല്ല മീൻകറി ഉണ്ടായിരുന്നു, ചാളക്കറി ആയിരുന്നു. അമ്മ ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ് മീൻകറിയുടെ കാര്യത്തിലൊക്കെ. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, വറ്റ വാങ്ങിയിട്ടാണ് മീൻ വറുത്ത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഏകദേശം സെറ്റായിട്ടുള്ള രീതിയിൽ ഞാൻ നടക്കുകയാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ 3 പേര് ഉറക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ എവിടെയാണെന്നുള്ളത്. അപ്പോൾ വീട്ടിലൊന്നും അമ്മേനെ കാണാനില്ല. അങ്ങനെ ഞാൻ നേരെ വന്ന് റൂമിൽ വന്നു. അപ്പോഴേക്കും എൻ്റെ ഉണ്ണികളൊക്കെ ഏകദേശം ഉറക്കത്തിൽ നിന്ന് 2 പേരും തല പൊക്കി നോക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ആമിതേ ഇപ്പോൾ മുട്ട് കുത്തി ഇങ്ങനെ പുഴുവിനെ പോലെ ഇഴഞ്ഞു തുടങ്ങിയിട്ട് ഇങ്ങനെ മുട്ട് കുത്തി പ്രത്യേക തരം ഇഴച്ചിലാണ് ആൾക്ക്. കൊച്ചു പിന്നെ ഉരുളലാണ്, ആ അറ്റം തൊട്ട് ഏറ്റവും വരെ കിടന്ന് ഉരുണ്ടോളൂ. അങ്ങനെ പിന്നെ അമ്മ തിരിച്ചു വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ണികളെ കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ആൻറ്റി വന്നു. ആ ആൻറ്റിയുടെ അമ്മയുണ്ട്. അപ്പോൾ ആൾക്ക് വയ്യാണ്ടിരിക്കുകയാണ്, നല്ല ഏജ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയാണ്. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ണികളെ അവിടേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഇപ്പം എന്ത് പരിപാടി? ഫുഡൊക്കെ ഇട്ടുണ്ടാ? ഇവിടെയാണോ നിന്റെ താമസം? ഇപ്പോൾ നിന്റെ താമസം ഇപ്പോൾ എവിടെയാ എന്നറിയോ? മറന്നാ? നോക്കട്ടെ, അവര് രണ്ടുപേരും കൂടി എടുത്തുമ്പോൾ നമുക്ക് അവരെ ചായ മനസ്സിലാവുള്ളൂ. ഇരുന്നറിയില്ല. യാദവ് അമ്മയ്ക്ക് യുഗിന്റെ പേര് മാത്രം കുഞ്ഞപ്പൻ അറിഞ്ഞു വീണല്ലോ. എന്താണ് ആരെങ്കിലും വർത്താനം പറയാറുണ്ടാ? അവിടെ പറയാറുണ്ടാ? ആരെങ്കിലും വർത്താനം പറയാറുണ്ടാ? ഇന്നലെ പിടിച്ചിരുത്തണം. ഇല്ല ഇല്ല, ഞാന് കുറച്ച് കഴിയുമ്പോ ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ ഇവിടെ അമ്മു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.